റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവൽ ചൂടപ്പം പോലെ വിറ്റഴിയുന്നു എന്ന് കേട്ടതുകൊണ്ടാണ് ആ പുസ്തകം നാട്ടിൽ പോയപ്പോൾ ഒന്ന് വാങ്ങിയത്. അത് വായിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഏതാനും പേജുകളിലേക്ക് ഒരു വിരസതയാണ് തോന്നിയത്. അതിൽ പുതുമയുള്ളതോ എന്തെങ്കിലും കാര്യമായിട്ടൊന്നും തോന്നിയില്ല. എന്ന് മാത്രമല്ല ഈ പതിവ് ശൈലി ഒക്കെ തുടരുന്നത് പോലെ തോന്നി. പക്ഷേ എന്തായാലും ഒന്ന് വായിച്ചു കളയാമെന്ന് കരുതി കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ എന്തുകൊണ്ടും അത് പിന്നെ നമ്മളെ പിടിച്ചിരുത്തി വായിപ്പിക്കുന്ന ഒരവസ്ഥ വന്നു. അപ്പോൾ എന്തുകൊണ്ടും അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു അനുഭവവും പുതിയൊരു ഒരു ഒരു കാഴ്ചപ്പാടും നമുക്ക് കിട്ടിയതുപോലെയാണ് തോന്നിയത്. എന്തുകൊണ്ടും നല്ലൊരു നോവൽ, നമ്മുടെ പതിവ് സങ്കല്പങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് വന്ന നോവലാണ്. അത് നോവലിസ്റ്റ് അഖിൽ ധർമ്മജനും പറയുന്നുണ്ട്, സാധാരണ നോവൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ക്രാഫ്റ്റ്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള നോവലല്ല ഇത് ഒരു സിനിമ പോലെയാണ് എഴുതി വച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അത് എങ്ങനെ എഴുതി എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ബാധകമല്ല, നമ്മളെ സംബന്ധിച്ചോളം പ്രശ്നമല്ല. കാരണം എല്ലാ കാര്യവും നമ്മളിപ്പം മഹാഭാരതത്തിൽ പറയുന്ന പോലെ ഇതിലില്ലാത്തത് വേറൊരിടത്തുമില്ല എന്ന് പറയുന്നത് എത്രയോ സത്യമാണ്. എല്ലാ കഥകളും എല്ലാ കാര്യങ്ങളും ആരെങ്കിലുമൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് അവതരിപ്പിക്കുന്ന രീതിയിലാണ് പുതുമ, അതിലാണ് വ്യത്യാസമുള്ളത്. പിന്നെ പ്രേമകഥകൾ ഇപ്പം പുട്ടത്തോരിക്ക് എഴുതുമ്പോൾ അത് പൈങ്കിളി ശൈലിയായി. അത് തകഴി എഴുതുമ്പോൾ ചെമ്മീൻ അതിന് വേറൊരു ശൈലിയായി. ഇങ്ങനെ ഓരോരുത്തരും എഴുതുമ്പോൾ കാര്യമൊന്നു തന്നെ, വ്യത്യസ്തമായ ശൈലി. ആ ശൈലിയാണ് വാസ്തവം പറഞ്ഞാൽ ഓരോന്നിനെയും വ്യത്യസ്തമാക്കുന്ന, കഥയല്ല. കഥകളെല്ലാം തന്നെ പറഞ്ഞു പോയിട്ടുള്ള കഥകൾ തന്നെ. പക്ഷേ ഈ കഥ എന്തുകൊണ്ടും ഒരു വായിക്കേണ്ട പുസ്തകമാണ്, വായിക്കാവുന്ന പുസ്തകമാണ്. ഈ പ്രമുഖ സാഹിത്യ നായകന്മാരും സാഹിത്യ നായന്മാരും ഒക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് മഹാമോശപ്പെട്ടതാണ്, നമ്മുടെ അപജയമാണ്, നമ്മുടെ ഇത് സാഹിത്യമേ അല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് കണ്ടു പലരും. അങ്ങനെ എനിക്ക് തോന്നിയില്ല. ഈ പറയുന്ന പല സാഹിത്യവും ഈ പല നോവലുകളും ഇപ്പോൾ ആരാച്ചാർ, KR മീരയുടെ ആരാച്ചാർ അടക്കമുള്ളത് അത് ഈ വിവരണങ്ങളാണ്. അത് ഈ കൽക്കട്ടയെ പറ്റിയും മറ്റേ മറിച്ചവരിൽ നീണ്ട വിവരണങ്ങൾ, ഈ നീണ്ട വിവരണങ്ങൾ ചേർത്ത് നോവലാണോ അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആ രീതിയിലാണ് പോകുന്നത്. അതാണ് നോവലെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമെന്ന് തന്നെ എനിക്ക് സന്ദേഹമുണ്ട്. ഇപ്പം ഈ ഓരോ നോവലും ഓരോ പുസ്തകവും ഓരോ കാലത്തേക്കുള്ളതാണ്. അത് ആ കാലം കഴിഞ്ഞാൽ പിന്നെ ആ പുസ്തകത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇന്നിപ്പോൾ ചെമ്മീൻ എത്ര പേര് വായിക്കുന്നുണ്ട്? അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് ഉമ്മാച്ചു ഇറങ്ങുമ്പോൾ ഉറൂബിൻ്റെ അത് 50കളിലാണ്. അത് വലിയ കേരള ചരിത്രത്തിൽ, സാഹിത്യ ചരിത്രത്തിൽ വലിയ സംഭവമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയിരുന്നുവെന്ന് മാതൃഭൂമി അത് പ്രസിദ്ധീകരിക്കുമ്പോൾ. പക്ഷേ ഇന്നത് അങ്ങനൊരു പുസ്തകം തന്നെ ഉള്ളതായിട്ട് ആർക്കും തന്നെ അറിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 1970 ആ സമയത്ത് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ ഇറങ്ങുമ്പോൾ ഞാനൊക്കെ മാതൃഭൂമി ആവേശപൂർവ്വം വായിച്ചത് ഓർക്കുന്നു. നേരെ മറിച്ച് OV വിജയൻ്റെ ഖസാക്ക് അതിൻ്റെ ഒരു അധ്യായം വായിച്ചപ്പോൾ 68 69 ആ സമയത്താണെന്ന് തോന്നുന്നു. അന്ന് വായിച്ചപ്പോൾ ഒരു അധ്യായം വായിച്ചപ്പോൾ പിന്നെ നമുക്കത് മനസ്സിലായില്ല, അതിനോട് താല്പര്യം തോന്നിയുമില്ല. പക്ഷേ ഖസാക്ക് ഇന്നും വായിക്കപ്പെടുന്നു. കാലങ്ങൾ കഴിഞ്ഞിട്ടും ഓരോ തലമുറ കഴിഞ്ഞിട്ടും അത് ഇന്നും വായിക്കപ്പെടുന്നു. നേരെ മറിച്ച് മയ്യഴിപ്പുഴയോ അല്ലെങ്കിൽ ചെമ്മീനോ ഉമ്മാച്ചുവോ ഇതൊന്നും വായിക്കപ്പെടുന്നുമില്ല. വായിക്കപ്പെടാൻ ആവശ്യമുള്ളവർക്ക് വേണേൽ വായിക്കാമെന്ന് മാത്രം. അത് ജനമെല്ലാം മസ്റ്റ് റീഡ് ഗണത്തിൽപ്പെടുന്നില്ല. അപ്പം ഓരോ പുസ്തകത്തിനും ഓരോ കാലമുണ്ട്. ആ കാലത്തെ ആ തലമുറയെ അത് അതിജീവിക്കുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ ആ തലമുറകളെ അതിജീവിച്ച ഒരു പുസ്തകമായിട്ടാണ് ഈ ഖസാക്കിനെ എനിക്ക് തോന്നിയിരിക്കുന്നത്. വേറെ ഏതെങ്കിലും പുസ്തകം ആ രീതിയിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതുപോലും സന്ദേഹമുള്ള ഒരു കാര്യമാണ്. പക്ഷേ അതുകൊണ്ട് ഒരു കാലത്തേക്ക് അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകളെ മാത്രമാണ് ആകർഷിക്കുന്നത് എന്നുകൊണ്ട് ഒരു പുസ്തകത്തിൻ്റെ മേന്മ ഇല്ലാതാക്കുന്നില്ല. ഇപ്പം മുട്ടത്തോരിക്ക് അതുപോലുള്ള സാഹിത്യകാരന്മാരെ പൈങ്കിളി എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചു. വാസ്തവം പറഞ്ഞാൽ ധാരാളം നിരവധി ജനങ്ങൾ വായിച്ച പുസ്തകമാണ്, വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകമാണ്. അതെങ്ങനെയാണ് പൈങ്കിളി എന്ന് പറയുന്നത്? ആ ശൈലി അതായിരിക്കാം. പക്ഷേ കഥ എപ്പോഴും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ പുസ്തകങ്ങളെപ്പറ്റി ഇങ്ങനെ നമ്മുടെ നിരൂപകരുമൊക്കെ പറയുന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. ഈ ആനന്ദിൻ്റെ ആൾക്കൂട്ടം ഇറങ്ങിയപ്പോൾ അന്ന് പ്രമുഖ നിരൂപകൻ M കൃഷ്ണൻ നായർ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാശ് പോയി, അത് വാങ്ങി വായിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കാശ് പോയി. അപ്പം കൃഷ്ണൻ നായർ പറഞ്ഞല്ലോ എന്നോർത്ത് വളരെക്കാലം ഞാൻ ആ പുസ്തകം വാങ്ങിയില്ല, വായിച്ചുമില്ല. വാങ്ങിയോ അല്ലെങ്കിൽ വായിച്ചതേ ഇല്ല, പോട്ടെ അങ്ങനെ അദ്ദേഹം പറഞ്ഞതാണല്ലോ എന്ന്. പിന്നെ എങ്ങനെയോ അത് പുസ്തകം വായിച്ചപ്പോൾ തോന്നിയ നല്ലൊരു പുസ്തകം. അപ്പം കൃഷ്ണൻ നായർ ഏത് രീതിയിലാണ്, എന്തുകൊണ്ടാണത് നല്ലതല്ല എന്ന് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്ന് കരുതി ഇന്നിപ്പം ആൾക്കൂട്ടം എത്ര പേർക്ക് അറിയാം, എത്ര പേര് വായിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം, നമുക്ക് സന്ദേഹപ്പെടുന്ന ഒരു കാര്യം. അപ്പം ഓരോ പുസ്തകങ്ങളും കാലാനുസൃതമായിട്ടാണ് പോകുന്നത്. ഓരോ ചിന്താഗതിയും അത് നമുക്കറിയാം. ഓരോ ചിന്താഗതിയും ഓരോ കാലത്തിനനുസരിച്ചാണ് ചിന്താഗതികൾ രൂപപ്പെടുന്നത്, രൂപം കൊള്ളുന്നതും നിലനിൽക്കുന്നതും. ഇപ്പോൾ ഒരു കാലത്ത് ഗാന്ധിസമായിരുന്നു ഏറ്റവും വലിയ കാര്യം.
പണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അക്രമരാഹിത്യവും ഇതൊക്കെയായിരുന്നു. ഇന്നതാണോ സ്ഥിതി? പിന്നീട് ആ ചിന്താഗതികൾ മാറി മാറി വന്നു. എന്ന് പറഞ്ഞതുപോലെ ഈ പുസ്തകരംഗത്തും ഒരു കാലത്തേക്ക് ഒരു പുസ്തകം നിലനിൽക്കുന്നു, ആ പുസ്തകം പിന്നെ ചരിത്രമായിട്ട് മാറുന്നു. ഈ മലയാളമൊക്കെ പഠിക്കുന്ന പിള്ളേർ പിന്നെ അത് വായിച്ച് ആവേശം കൊണ്ട് അവർ അതിൽ നിന്ന് പിന്നെ വേറെ എന്തെങ്കിലും പുതിയ രൂപം കൊടുക്കുമായിരിക്കും. എന്നല്ലാതെ എല്ലാ കാലത്തേക്കും വരുന്ന പുസ്തകങ്ങളായിട്ട് ഇവ നിലനിൽക്കണമെന്നുമില്ല. അതുകൊണ്ടൊരു പുസ്തകം മോശമാണെന്നോ ഒന്നും പറയാനുമാവില്ല. എന്തായാലും ഈ റാം കെയർ ഓഫ് ആനന്ദി അത് വായിച്ചു കഴിഞ്ഞപ്പോൾ പുതിയൊരു കഥ, പുതിയൊരു രീതി, പുതിയ ഒരു രീതിയിലുള്ള അവതരണം, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള അവസാനം, ഇവയെല്ലാം കൂടെ ചേർന്നപ്പോഴത്തേക്ക് പൊതുവിൽ പിന്നെ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ടത് പിന്നെ മാറിപ്പോയി. അതാണ് പല നോവലുകളും നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ, പല സിനിമകളും കണ്ടു കഴിഞ്ഞാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് മറന്നുപോകും. ആ സിനിമയിൽ എന്തായിരുന്നു, ആ സിനിമയിൽ ആരായിരുന്നു എന്ന് പോലും നമ്മൾ ഓർക്കില്ല. എന്ന് പറഞ്ഞ പോലെയാണ് പല പുസ്തകങ്ങളും. വായിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മളത് പാടെ മറന്നു പോകും. എന്തായാലും ഈ പുസ്തകം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അത് ഇത്രയധികം വായിക്കപ്പെടുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ള വായിക്കപ്പെടുന്ന പുതിയ ആളുകൾ വരുന്നതിനെ പിന്നെ അത് സാഹിത്യമല്ല, അല്ലെങ്കിൽ അത് മോശപ്പെട്ടതാണെന്ന് പറയുന്ന ആ ചിന്താഗതി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പുതിയ ആളുകൾ വരുന്നതും പുതിയ രീതിയിൽ വരുന്നതും ഈ പഴയ ആളുകൾക്ക്, ഒരു വരേണ്യ വർഗത്തിന് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല എന്നുള്ളതാണല്ലോ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത്. എന്തായാലും ആ പുസ്തകം ഒന്ന് വായിക്കേണ്ടത് തന്നെയാണ്. വായിച്ചുകൊണ്ട് ഒരു നഷ്ടവും വരാൻ പോകുന്നില്ല.